ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് മന്ത്രിയുടെ അനുവാദമൊന്നും വേണ്ട. അതും ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അവർക്ക് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. അത് വെറുതെ എന്തിനാ പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിലെടുത്ത് അന്വേഷിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത്? ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടോ? സംസ്ഥാനത്ത് നിയമവാഴ്ച ഉണ്ടെങ്കിൽ ആ നിയമവാഴ്ച അനുസരിച്ച് കാര്യം നടക്കുമെന്ന് പറയണ്ടേ? പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നിയമം അതിൻ്റെ വഴിക്ക് പോകുന്ന നേതാക്കന്മാർ പറയാറുള്ളത്. ഇപ്പോൾ എന്താ അത് പറയാത്തത്? നിയമമന്ത്രി ആയ KM മാണി സാറിൻ്റെ പേരിൽ ആരോപണം ഉണ്ടാകുമ്പോൾ ആൾ ദി മോർ റീസൺ നമ്മൾ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു ജനതയാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ നല്ല ഒരു സുതാര്യമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് എല്ലാ ബാർ ഉടമകളുടെയും വീട് റെയ്ഡ് ചെയ്ത് അവിടുത്തെ രേഖകൾ പിടിച്ചെടുക്കുകയാണ് വേണ്ടിയിരുന്നത്. രേഖകൾ പിടിച്ചെടുത്തെങ്കിൽ ഒരുപക്ഷെ കത്തും കറസ്പോണ്ടൻസും ഒക്കെ കാണുമായിരുന്നു. ശ്രീ KM മാണിക്കും കൂട്ടർക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും, അല്ലെങ്കിൽ സർക്കാരിലെ പല മന്ത്രിമാർക്കും കൈക്കൂലി കൊടുക്കാൻ വേണ്ടി 25 കോടി വേണം എന്ന് പറഞ്ഞ് കത്തും, അതിന് ഓരോരുത്തരും എത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് കത്തും ഒക്കെ പിടിച്ചെടുക്കാൻ വേണമെങ്കിൽ സാധിക്കും. നമ്മുടെ കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത്ര മോശക്കാരൊന്നുമല്ല. അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. CBIയെ പറ്റി സുപ്രീം കോടതി പറഞ്ഞ പോലെ കൂട്ടിലിട്ട തത്തയായിട്ട് കേരളത്തിലെ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റരുത്. ഇപ്പോൾ കൂട്ടിലിടാതെ തന്നെ അവരെ തത്തമ്മ കളിപ്പിക്കുകയാണ്. അവരെന്ത് പറയണം എന്നൊക്കെ തീരുമാനിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ QV കഴിയുമ്പോൾ അതിന് തെളിവില്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും കോടതി ചിലപ്പോൾ പോവും, വീണ്ടും അന്വേഷണം വരും. അങ്ങനെ കാര്യങ്ങൾ നീണ്ടു പോവും. ജനങ്ങളൊക്കെ മണ്ടന്മാരാകും. തോമസ് ചാഴിക്കാടൻ, ഇവിടെ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം 50 വർഷത്തിലേറെ കാലം നയിച്ച ഒരാൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന ആക്ഷേപം കേരള കോൺഗ്രസ് ഉടനടി പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്നൊരു അപകീർത്തി കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഗൂഢാലോചനയെക്കുറിച്ച് താങ്കൾ നേരത്തെ എൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണ ഏജൻസിയെ അന്വേഷിച്ച് ഗൂഢാലോചനയുണ്ടെന്ന് തോന്നിയാൽ അത് അന്വേഷിക്കട്ടെ, അതൊരു നിയമപരമായ നടപടിക്രമമാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ സർക്കാരിനോട് കേരള കോൺഗ്രസിന് ആവശ്യപ്പെടാമല്ലോ ഈ ഗൂഢാലോചന അന്വേഷിക്കണം, അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് എന്ന്. ഞാനിവിടെ സൂചിപ്പിച്ചു, വളരെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ നിലവിലുള്ള നിയമം അനുസരിച്ച്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുവാനുള്ള വിജിലൻസ് ഡയറക്ടറുടെ അധികാരം ഉപയോഗിക്കുവാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്ത് അതിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടപടികൾ പുരോഗമിച്ച് അദ്ദേഹം തെളിവെടുപ്പ് നടത്തട്ടെ, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം നടത്തട്ടെ, വേരിഫിക്കേഷൻ നടത്തട്ടെ. വേരിഫിക്കേഷൻ നടത്തി ഇതിലുണ്ടായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കട്ടെ. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള നടപടികളുമായി കേരള കോൺഗ്രസ് പാർട്ടി പോകും, യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നിയമപരമായ നടപടികളല്ല നടക്കുന്നത് എന്ന്. ബഹുമാനായ ശ്രീ രാജേന്ദ്രൻ നായർ സൂചിപ്പിച്ചു, നിയമപരമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന്. നിയമപരമായി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, കേരള കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. ഇവിടെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്തിന്മേലുള്ള നടപടി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് തന്നെ ആദ്യം വേരിഫിക്കേഷൻ നടത്തി, ക്വിക്ക് വേരിഫിക്കേഷൻ നടത്തി, അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ബാക്കി നടപടികളുമായി മുമ്പോട്ട് പോകാൻ കഴിയൂ. ആ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചതേയുള്ളൂ. ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സ്വതന്ത്രമായി അന്വേഷണം നടത്തട്ടെ. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അറിവ് വെച്ചുകൊണ്ട് അവർ ബാക്കി നടപടികളുമായി മുമ്പോട്ട് പോകട്ടെ. അത് കേരള കോൺഗ്രസ് പാർട്ടി കാത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി നിയമപരമായി നടപടി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് സൂചിപ്പിച്ചു. ഞങ്ങൾ അതേക്കുറിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ ഉന്നതാധികാര സമിതി നാളെ ചേരുന്നുണ്ട്. അവിടെ ആ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പ്രതിപക്ഷം എന്താവശ്യപ്പെടുന്നു. പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ഭിന്നാഭിപ്രായങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല, സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് തീരുമാനമെടുക്കേണ്ടത്, അന്വേഷണം സുതാര്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് എന്ന്. പക്ഷേ പ്രതിപക്ഷത്തു നിന്ന് ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നത് അന്വേഷണ ഏജൻസി ഏത് എന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് അത് ഒരുപക്ഷെ രാഷ്ട്രീയമായി മറുപടി നൽകാനും രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാനും UDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ഒക്കെ അവസരം നൽകുന്നില്ലേ? ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി നടത്തിയ പ്രതികരണം, പ്രതിപക്ഷ നേതാവ് ആദ്യം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു, ഞങ്ങളത് ഉത്തരവിട്ടപ്പോൾ ഇതാ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു, പ്രതിപക്ഷ നേതാവിന് പോലും ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല എന്ന വിമർശം
അത് രാഷ്ട്രീയമായി UDF-ന് പ്രതിപക്ഷത്തെ ഭിന്നസ്വരങ്ങൾ ഗുണം ചെയ്യുന്നില്ലേ? അതെ, അങ്ങനെ ഭിന്നസ്വരം ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് നന്നാകുമായിരുന്നു. അന്വേഷണം ഏത് രീതിയിൽ വേണം എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ആർക്കും കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം CBI അന്വേഷണം പറയാം, ജുഡീഷ്യൽ അന്വേഷണം പറയാം, സിറ്റിംഗ് ജഡ്ജി വേണമെന്ന് പറയാം, വിജിലൻസ് പറയാം, ക്രൈംബ്രാഞ്ച്, പലതും പറയാൻ നമുക്ക് പറയാൻ കഴിയും. ഏത് അന്വേഷണവും കാലതാമസം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ അനുഭവം അതാണ്. അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ നാളെ യോഗം ചേരുന്നു, LDF യോഗം ചേരുന്നു, LDF കൃത്യമായി ഒരു അഭിപ്രായം നാളെ പറഞ്ഞു എന്ന് വരാം. അങ്ങനെ പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി സ്വീകരിക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഒറ്റ അഭിപ്രായം വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞാൽ നാളെ ഒരേ ഒരു നിർദ്ദേശം LDF മുന്നോട്ട് വെച്ചാൽ ആ നിർദ്ദേശം സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ? അപ്പോൾ അത് നമ്മുടെ വിഷയം അതല്ല. വിഷയം നമ്മുടെ മുന്നിൽ ഗുരുതരമായ ഒരു കേസ് ഉണ്ടായിരിക്കുന്നു. ആ കേസിനെ കുറിച്ചുള്ള ഏത് രീതിയിലുള്ള അന്വേഷണം, ശ്രീ KM മാണിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം സത്യവിരുദ്ധമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള എന്ത് വിശ്വാസയോഗ്യമായ നടപടി ഉണ്ടായി? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇപ്പോഴും ശ്രീ ചാഴിക്കാരൻ ഉൾപ്പെടെ ഉള്ളവർ നൽകുന്ന വിശദീകരണങ്ങൾ നമുക്ക് തൃപ്തികരമാകുന്നില്ല. കാരണം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കുന്നില്ല? ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് നിയമവിദഗ്ധനായ, അഭിഭാഷകനായ, നിയമമന്ത്രിയായ ശ്രീ KM മാണിക്ക് വലിയ തോതിലുള്ള അന്വേഷണം നടത്തേണ്ട കാര്യമില്ല, വലിയ തോതിലുള്ള ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആരോപണം വ്യക്തമാണ്, അത് നോട്ടീസ് അയക്കാം. പക്ഷെ ഇവിടെ അത് ചെയ്യാത്തത്, ഇത്ര ദിവസമായിട്ടും ചെയ്യാത്തത്, ഈ ആരോപണം ഉന്നയിച്ച ആളുടെ കയ്യിൽ എന്തെല്ലാം തെളിവുകളുണ്ട്, എന്തായിരിക്കും ഇനി നാളെ പുറത്തു വരാനിരിക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയുള്ളത് കൊണ്ടാണ് നോട്ടീസ് അയക്കാത്തത്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് ശ്രീ KM മാണിയെ എത്തിക്കാൻ പാടില്ലായിരുന്നു. അവിടെയാണ് അദ്ദേഹം കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. അതിൻ്റെ പാർട്ടി ആ രീതിയിലുള്ള വ്യക്തമായ ഒരു നിർദ്ദേശം അദ്ദേഹം നൽകണമായിരുന്നു. രമേശ് ബാബു നാളെ എന്ത് തെളിവ് കൊണ്ടുവരും, അത് അറിഞ്ഞതിന് ശേഷം ആകാം വക്കീൽ നോട്ടീസും മറ്റു കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ശ്രീ KM മാണിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ എവിടെയോ അല്പം സത്യമുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സുതാര്യമായ അന്വേഷണം നടക്കും എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഉയർന്ന ആരോപണം, ആ അംഗം മന്ത്രിസഭയിൽ തുടർന്നുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണം അത് എത്രത്തോളം സുതാര്യമാകും എന്ന സംശയം കോൺഗ്രസിലെങ്കിലും ഉയരേണ്ടതല്ലേ? സ്വന്തം വകുപ്പിനെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച AK ആന്റണി ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ട്. VM സുധീരൻ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ച VM സുധീരനാണ് KPCC പ്രസിഡന്റ്. ഈ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിന് കുറെ കൂടി ജാഗ്രതയോടെ മന്ത്രി മാറി നിന്ന് അന്വേഷണം നടത്തട്ടെ, അന്വേഷണത്തിന് ശേഷം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ, ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചു വരാം എന്നൊരു നിലപാട് അതെടുത്തുകൂടെ? അങ്ങനെ ഞങ്ങളെ ഇക്ലിപ്പെടുത്തി സംസാരിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമല്ലേ? വളരെ സുതാര്യമായ ഒരു വസ്തുതയല്ലേ? ബിജു രമേശ് ഒരു ആരോപണം പറഞ്ഞു, കേട്ടപാടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു കത്തെഴുതി കൊടുത്തു, വിജിലൻസിന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം നടന്നെടുക്കുന്ന വേളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള അന്വേഷണ പ്രക്രിയകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കേരള കോൺഗ്രസിന് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നതിന് പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം എനിക്ക് വസ്തുതയൊന്നും അറിയില്ല. പക്ഷേ ഞാൻ പ്രിസ്യൂം ചെയ്യുന്നത്, ഞാൻ ഊഹിക്കുന്നത്, ഒരു ചെറിയ സമീപകാല രാഷ്ട്രീയം നമ്മൾ എടുത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കേരള കോൺഗ്രസ് മാണിയെ, ആ മാണി നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെയും ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വലിയ പ്രസ്താവനകളും പ്രചാരവേലകളും ഉണ്ടായി. ദേശാഭിമാനിയിലെ ലേഖനങ്ങൾ നമുക്ക് വായിച്ചാൽ, ആ കാലഘട്ടത്തിൽ വായിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. ശ്രീ തോമസ് ഐസക്ക് മുൻ ധനമന്ത്രി KM മാണി സാറുമായി സംസാരിച്ചു എന്ന് വാർത്തകൾ വന്നു. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ PB മെമ്പർ മുന്നണി വിട്ടുവരൂ, നമുക്ക് കൂടുതൽ ഗൗരവമായ ചർച്ച നടത്തി ആലോചന നടത്താം എന്നൊക്കെ പറഞ്ഞു. മാണി സാറ് മൗനം ദീക്ഷിച്ചെടുത്തതെന്ന് 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, UDF മുന്നണി വിട്ടു പോരേണ്ടുന്ന ഒരു സാഹചര്യവും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷ മുന്നണിയുടെ മോഹത്തിന് വാതിൽ കൊട്ടിയടച്ചു. അതിൽ നിന്നുണ്ടായ നിരാശയിൽ ശ്രീ മാണി സാറിനെ ഇത്തരത്തിൽ അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ, വ്യക്തിഹത്യ നടത്താൻ ഉണ്ടായ ഗൂഢാലോചനയാകാമല്ലോ, അതുമൊക്കെ ആകാമല്ലോ. ഇപ്പോൾ ഞാൻ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം അതിനെക്കുറിച്ചൊന്നും ഊഹിച്ചു വെച്ചിട്ടില്ല, പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനാവശ്യമായ ഒരു ചർച്ചയിൽ ഒരു തെറ്റും ചെയ്യാത്ത മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമ്പോൾ തിരിച്ച് യാഥാർത്ഥ്യമുള്ള സമീപനം ഉണ്ടാകുമ്പോൾ പോലും ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്നില്ലേ? അങ്ങനെയും ആവാമല്ലോ. ഇത്രയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗൂഢാലോചന അതിലേക്കും നീങ്ങിക്കൂടായികയില്ല. കേരള കോൺഗ്രസ് ചിന്തിച്ചിട്ടുള്ളത് ഏത് വഴിക്കാണ് എന്ന് എനിക്കറിയില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അവരത് എഴുതി കൊടുത്താൽ അന്വേഷണം പെട്ടെന്ന് തന്നെ വരും. അതല്ല ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിനകത്ത് വെച്ച് ഗൂഢാലോചനയുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുമ്പോൾ ആ അന്വേഷണം ഗൂഢാലോചനയിലേക്കും നീങ്ങും. അതാണ് ഒരു വസ്തുതയായി കിടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ തെറ്റായ വശങ്ങൾ അല്ലെങ്കിൽ നിയമത്തിനെ രണ്ട് തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ അഭിഭാഷകന്മാർക്കൊക്കെ കഴിയും. ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്ക ആളുകളും അഭിഭാഷകന്മാരാണ്, പ്രത്യേകിച്ച് ക്രിമിനൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന അഭിഭാഷകന്മാരാണ്. അതുകൊണ്ട് ഒരു വകുപ്പിന് തന്നെ രണ്ട് ന്യായങ്ങളും രണ്ട് വകുപ്പുകളൊക്കെ രണ്ട് വ്യാഖ്യാനങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. അതിലെ ഒരു വകുപ്പ് ഒരു ഭാഗത്തിൻ്റെ വ്യാഖ്യാനമായി ശ്രീ രാജേന്ദ്രൻ നായരുടെ വ്യാഖ്യാനത്തെ നമ്മൾ കണ്ടാൽ മതി. അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള ഒരു വ്യാഖ്യാനമല്ല. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒരു നിയമപരമായ ഒരു വ്യാഖ്യാനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഒരു ലീഗൽ ഫൂട്ടിങ് കാണാൻ എനിക്ക് കഴിയുന്നില്ല. ശ്രീ തോമസ് ചാഴികാടൻ, അവസാനമായി മുന്നണി മാറ്റം ഉണ്ടാകാനൊരു സാധ്യത മുന്നിൽ കണ്ട് അതില്ലാതാക്കാൻ നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന അതാണോ കേരള കോൺഗ്രസ് കാണുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നേരത്തെ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയം ബാർ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 6-7 മാസക്കാലമായി. ഈ 6-7 മാസക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ആരും മുന്നോട്ട് വെക്കാത്ത ഒരു ആരോപണം, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവാതിരുന്ന ഒരു ആരോപണം, അതിനെ മുതിരാതിരുന്ന ഒരു ആരോപണം, അത് ഇപ്പോൾ ശ്രീ ബിജു രമേശ് മുമ്പോട്ട് വച്ചിരിക്കുന്നു. പെട്ടെന്ന് അതുണ്ടായ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കോടതി വിധി വന്നു, കോടതി വിധിയിന്മേൽ അപ്പീൽ ചോദിച്ചു, അപ്പീൽ കിട്ടിയില്ല. ബാറുകൾ അടയ്ക്കുന്ന തീരുമാനമുണ്ടായി, തുറക്കുന്ന തീരുമാനമുണ്ടായി. അങ്ങനെ ബാറുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോയ ഒരവസരത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ചാനലിന്റെ മുമ്പിൽ വന്ന് ഞാൻ കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഒരു കാര്യം, ഈ ബാർ തുറക്കുന്നതും അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ക്ഷമിക്കുക ശ്രീ തോമസ് ചാഴികാടൻ, ബാർ തുറക്കുന്നതും അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ ഭാഗമായി നടന്ന ഗൂഢാലോചന അത് രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഗൂഢാലോചനയാണെന്നാണോ താങ്കൾ പറയുന്നത്, അതോ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയാണെന്നാണോ? അതെങ്ങനെയുമാകാം, രാഷ്ട്രീയവുമാകാം, അതിന് പിന്നിൽ രാഷ്ട്രീയവും ഉണ്ടാകാമല്ലോ. അതിൻ്റെ സംശയിക്കുന്നത്. അപ്പോൾ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ 50 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് ഭരണരംഗത്ത് അതിപ്രഗത്ഭനായി എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ബഹുമാനായ കെ.എം. മാണി സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് പിന്നിലെ ഗൂഢാലോചന എന്തെന്ന് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കൂ. റൈറ്റ്, വളരെയധികം നന്ദി തോമസ് ചാഴികാടൻ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നിയമവിദഗ്ധരായ MR രാജേന്ദ്രൻ നായർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അന്വേഷണം ആവശ്യപ്പെടുന്നതിൽ പ്രതിപക്ഷത്ത് രാജിയുണ്ടാകുമോ? മന്ത്രിസ്ഥാനത്ത് KM മാണി തുടർന്നുകൊണ്ട് നടത്തുന്ന അന്വേഷണം അത് കേസിൻ്റെ കാര്യത്തിൽ രാജിയാകുമോ? അതാണ് സ്പെഷ്യൽ എഡിഷൻ പരിശോധിച്ചത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.